അസ്സലാമു അലൈക്കും. നമുക്ക് ദീനിൽ ഒരു സംഗതി തെളിവാകണമെങ്കിൽ ഹദീസിൽ തന്നെ ഉണ്ടാകണം എന്നുണ്ടോ? അപ്പൊ സനതൊക്കെ ചോദിക്കണോണ്ടേ ഹദീസിൽ തന്നെ കാണുന്നുണ്ടോ എന്നാണ് എന്റെ സംശയം. ദീനില് ഒരു സംഗതി തെളിവാകണമെങ്കിൽ ഹദീസിൽ തന്നെ കാണണം എന്നുണ്ടോ? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. നല്ലൊരു ചോദ്യമാണ്. നിങ്ങളെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. നിങ്ങൾ ഏതാ വിഭാഗം എന്ന് എനിക്കറിയില്ല. ഏത് വിഭാഗമാണെങ്കിലും സന്തോഷങ്ങൾ ഏത് സുന്നിയാണ്. നമുക്ക് ആ APO ഒക്കെ കണക്കന്നെ, ഒക്കെ സുന്നികളാണ്, ഒരു പ്രശ്നമില്ല. മുജാഹിദും ജമാഅത്തും ആകാൻ ഞാൻ മതി, അള്ളാഹു കാക്കട്ടെ, അത്രയേ ഉള്ളൂ. അല്ല നിങ്ങൾ അങ്ങനെയാണെന്ന് ഞാൻ പറയുന്ന അർത്ഥം കേട്ടോ. പുറത്തിരിക്കുന്നവര് എല്ലാവർക്കും അള്ളാഹു ഹിദായത്ത് നൽകട്ടെ. ഇതിന്റെ ബഷീർ മാഷ് പറഞ്ഞല്ലോ, നമ്മൾ ഇതിന്റെ ലക്ഷ്യം നമ്മൾ പറഞ്ഞു. അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഒരു കാര്യം ഇസ്ലാമിൽ സ്ഥിരപ്പെടണമെങ്കിൽ സഹോദരന്മാരെ, അത് മുജാഹിദുകൾ ചോദിക്കും എന്തിനും അദീസുണ്ടോ. അതൊരു അപ്രസക്തമാണ്. അങ്ങനെ ഇല്ല. അത് വിവരമില്ലാത്തതുകൊണ്ടാണ്. ഇസ്ലാമിൽ ചതുർ പ്രമാണങ്ങൾ, 4 പ്രമാണങ്ങളിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് സ്ഥിരപ്പെട്ടാൽ മതി. ഒന്നുകിൽ ഖുർആൻ, അല്ലെങ്കിൽ ഹദീസ്, അല്ലെങ്കിൽ ഇജ്മാഅ്, അല്ലെങ്കിൽ ഖിയാസ്. ഈ 4ൽ ഒന്നുകൊണ്ട് സ്ഥിരപ്പെട്ടാൽ മതി. അപ്പൊ എന്തിനും ഏതിനും അത് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടോ, അത് ഹദീസ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ചോദിക്കരുത്. ആ ചോദിക്കുന്നത് കേട്ടാൽ അറിയാം അയാൾക്ക് ഞാൻ നിങ്ങളെ പറ്റിയല്ല. നിങ്ങളങ്ങനെ ചോദിച്ചിട്ടില്ല, അങ്ങനെ ഞാൻ പറയണത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ചോദിക്കുന്നത് കേട്ടാൽ അറിയാം ഒരു കഥയില്ലാത്ത സാധുവാണ് ആ ചോദിക്കുന്നത്. ഇസ്ലാമിനെ കുറിച്ച്, ഇസ്ലാമിന്റെ മൂലപ്രമാണങ്ങളെ കുറിച്ച് അറിയില്ല. അതുകൊണ്ടാണ് അയാൾ ചോദിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും. മൂപ്പർ അങ്ങനെ ചോദിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്. ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇസ്ലാമിൽ ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ അതെത്രയാണ്? ഒരു കാര്യം അത് നിങ്ങൾ ചെയ്യുന്നു, അത് നിങ്ങൾ അനുവദനീയമാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ പുണ്യകർമ്മമാണെന്ന് പറയുന്നു. ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു പ്രമാണം കൊണ്ട് തെളിയിക്കാമോ? ഇതാണ് അവിടെ പ്രസക്തമായിട്ടുള്ളത്. അല്ലാതെ നമ്മൾ പറഞ്ഞ എല്ലാം ഖുർആനിൽ ഇങ്ങനെ കാണണം, നമ്മൾ പറഞ്ഞ ഈ സംഗതികളൊക്കെ ഹദീസിൽ ഇങ്ങനെ കാണണം എന്ന് പറഞ്ഞാല് മുജാഹിദുകൾ ഉണ്ടല്ലോ, സുന്നികൾ മാത്രമല്ല മുജാഹിദ് ആപ്പിലാവും. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. സുന്നിക്കും മുജാഹിദിക്കും തർക്കമില്ലാത്തൊരു കാര്യമാണല്ലോ. അപ്പൊ മുജാഹിദുകളാണ് കാര്യമായിട്ട് ചെയ്യണത് തന്നെ. ഓലെ പള്ളി, മുജാഹിദിന്റെ പള്ളിക്ക് 2, 3, 4 തട്ട്, 5, 6 തട്ടുള്ള പള്ളിയുണ്ട് അല്ലേ? റസൂലുള്ളാഹിന്റെ കാലത്ത് ഇങ്ങനെ 6 തട്ട് 7 തട്ടുള്ള പള്ളി നിസ്കരിക്കാൻ വേണ്ടി തട്ടുണ്ടാക്കിയത് എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റും? ഏതെങ്കിലും ഒരു ഹദീസിലുണ്ടോ? സിദ്ദീഖുൽ കാലത്തുണ്ടോ? വേറെ എവിടെയെങ്കിലും ഉണ്ടോ? എന്നാ ഖുർആനിലുണ്ടോ അത് ഇങ്ങനെ അത് ചെയ്യണമെന്ന്? ഹദീസിലുണ്ടോ? ഒന്ന് കാണിച്ചേട്ടെ, നമുക്കറിയാലോ. ഞാൻ എത്ര സ്ഥലത്തായി ഇത് ചോദിക്കാൻ തുടങ്ങിയിട്ട് 100 അങ്ങനെ ചോദിക്കാം. നമ്മക്ക് മാത്രമല്ല മുജാഹിദുകൾക്കും ഒരു കൊടുങ്ങൂലേ. അപ്പൊ അതൊരു വിഡിത ചോദ്യമാണ്. ഏത് ഇങ്ങനെ ഈ പറഞ്ഞ മാതിരി തന്നെ ഖുർആനിലുണ്ടോ, അങ്ങനെ തന്നെ ഹദീസിലുണ്ടോ? അത് അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല. നമ്മുടെ ഇമാമുമാർ അവരാണ് ഈ പ്രമാണങ്ങൾ നോക്കി അതിൽ നിന്ന് ഈ മസ്അലകൾ നിർദ്ധാരണം ചെയ്തു പറയുന്നവർ. അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മപരമായ കാര്യങ്ങളുടെ വിധി പറയേണ്ടതാരാ? കർമ്മശാസ്ത്ര വിശാരദന്മാരാണ്. അവരുടെ മുമ്പിൽ അവർക്കത് പ്രമാണമായി ബോധ്യപ്പെടും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളെ ഒരു എഞ്ചിനീയർ ഒരു പ്ലാൻ വരച്ചു, ഒരു വീടിന്റെ ഒരു പ്ലാൻ വരച്ചു. അപ്പൊ നമ്മളയാളെ ചോദിച്ചു, എന്താ ഇങ്ങനെ തന്നെയാണ്, നിങ്ങൾ 8:10 8:09 ആയിക്കൂടെ, അല്ലെങ്കിൽ 8:09 ആയിക്കൂടെ എന്ന് നമ്മളയാളെ ചോദ്യം ചെയ്താല് എന്നാ അങ്ങനെ ആയിക്കോ, എന്റെ പേരെ ഇങ്ങനെ കൂർന്നുകളായിരുന്നോ എന്ന് പറയാന്നല്ലാതെ അയാൾ സഹിച്ച് മുന്നോട്ട് പോകല്ല, വേറെ മാർഗമില്ല. അപ്പൊ അതെന്താണ്? അത് എഞ്ചിനീയർ അത് പഠിച്ചു, അയാൾ അത് പഠിച്ചവനാണ്, അതുകൊണ്ട് അയാൾ പറഞ്ഞ് നമ്മൾ അംഗീകരിക്കുന്നു. നമ്മൾ രോഗിയായി ഒരു ഡോക്ടർ അരികിൽ ചെന്നു, MBBS ഡോക്ടർ അരികിൽ ചെന്നു, ഒരു മുജാഹിദായിക്കോട്ടെ പോയത്, ഒരാൾ എന്തിനും ഏതിനും ഖുർആനിന്റെ തെളിവുണ്ടോ ചോദിച്ചാൽ അയാളൊക്കെ ചികിത്സ ചെന്നു. അപ്പൊ ഡോക്ടർ മരുന്ന് ഇത് ഷീട്ട് അതാ ഇത് പോയി മരുന്നോളൂ. അപ്പൊ ആള് ചോദിച്ചു, അല്ല ഡോക്ടറെ, ഇതാണ് ഇപ്പൊ ഈ രോഗത്തിനുള്ള ചികിത്സാതിൽ എന്താ തെളിവ്? ഖുർആനിലുണ്ടോ, സുന്നത്തിലുണ്ടോ, ഹദീസിലുണ്ടോ, ഇജ്മാഅ്? ഇനി അതൊക്കെ പോട്ടെ, നിങ്ങളാണ് പറഞ്ഞപ്പോ എങ്ങനെ ഞങ്ങൾക്കത് സ്വീകരിക്കാം? നിങ്ങൾ ഈ തന്ന ഗുളിക എന്നെ കൊല്ലാനാണെങ്കിലോ അത് ഇതിനുള്ളതാണെന്നില്ല, എന്താ തെളിവ് എന്ന് ചോദിച്ചാൽ ഇവന് ഈ ഡോക്ടർ, കഥയുള്ള ഡോക്ടർ ഇവന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കാന്നല്ലാതെ പടച്ചോനെ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്നല്ലേ ഡോക്ടറെ ചിന്തിക്കുക? ഈ ജാതിയൊക്കെ എന്റെ അരികിലേക്ക് വരാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അപ്പൊ അതൊരു മണ്ടത്തരാണ്. വിവരമുള്ളവരായ ആളുകൾ, അവർ ഇസ്ലാമിലെ വിധികൾ പറയാൻ അർഹതയുള്ള ആളുകൾ അവരത് പറയണം. അവർക്ക് നമ്മളത് സമ്മതിച്ചു കൊടുക്കണം. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഫസ്അലൂ അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് വിവരമില്ലാത്തവരാണ്, നിങ്ങൾ ഖുർആനും സുന്നത്തിൽ നിന്നും മസ്അലകളെ നിർദ്ധാരണം ചെയ്തെടുക്കാൻ പ്രാപ്തിയില്ലാത്തവരാണെങ്കിൽ പ്രാപ്തിയുള്ള ആളുകൾ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം. ഈ ആയത്താണ് എല്ലാ ഇമാമുമാരും മദ്ഹബിന്റെ ഇമാമുകളെ പിൻപറ്റണം എന്നതിന്
തെളിവായി രേഖയായി ഉദ്ധരിച്ചിട്ടുള്ളത്. അപ്പൊ പരിശുദ്ധ ഖുർആൻ തിരുസുന്നത്തൊക്കെ പഠിപ്പിച്ച ആശയം ഇതാണ്. എന്തിനും ഏതിനും നമ്മൾ ഉദ്ദേശമായിട്ടുള്ള ഒരു ആയത്ത്, അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു ഹദീസ് അങ്ങനെ ഉണ്ടാവൂല. അത് സുന്നിക്കുണ്ടാവൂല, മുജാഹിദിനുണ്ടാവൂല, ജമാഅത്തിനുണ്ടാവൂല, ആർക്കും ഉണ്ടാവൂല എന്ന കാര്യം.